ദൈവം നോഹയെ ഓർത്തു എന്ന് വചനം പറയുന്നു. നോഹയെ ഓർത്തു. നിന്നെ ദൈവം ഓർക്കണമെങ്കിൽ ദൈവം പറഞ്ഞത് നീ അനുസരിക്കുന്നവനാകണം. ഈ അന്ത്യകാലത്ത് ദൈവത്തിന് നിന്റെ പേര് ഓർക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ആ ഭൂമിയിൽ ആരെ പേരും ദൈവം ഓർത്തില്ല. നോഹയുടെ ഫാമിലിയെ ദൈവം ഓർത്തതിന് കാരണം ദൈവം പറഞ്ഞത് അനുസരിച്ചത് കൊണ്ടാണെങ്കിൽ, അനുസരണമുള്ള ചിലരെ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും ഓർക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം ഓർക്കുന്ന ഒരു ഫാമിലിയായി നിങ്ങൾ മാറട്ടെ. ഓരോ വ്യക്തികളും ദൈവം ഓർക്കുന്ന വ്യക്തികളായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദൈവം ഓർത്തു. അങ്ങനെ അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. പെട്ടകം എവിടെ ഉറച്ചു? അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഈ നാടുകളിൽ അലഞ്ഞ് തിരിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂഷനായി നടക്കുന്ന നിന്നെ എന്റെ ദൈവം പറയുകയാണ്, ഒരു ദൂതാണ് നിന്നോടുള്ള. ചിലരെ കർത്താവ് ഉറപ്പിക്കാൻ പോകുന്നു. നിന്റെ ശുശ്രൂഷ മേഖലകളിൽ, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത്, നിന്റെ ചില പ്രത്യേക മേഖലകൾക്കകത്ത്, ജോലി സ്ഥാനങ്ങളില് അസാധാരണമായ ചില ഉറപ്പിക്കലുകൾ ദൈവം ചില വ്യക്തികളെ ഉറപ്പിക്കാൻ പോവുകയാണ്.